അപ്പോൾ കൈകേയി എന്ന കഥാപാത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ കൈകേയിയുടെ സ്വഭാവത്തിന് വേറൊരു സൂചന നൽകുന്നുണ്ട്. കൈകേയിയുടെ അമ്മ ഒരു ദിവസം സഭാമന്ദിരത്തിൽ വെച്ച് കൈകേയിയുടെ അച്ഛൻ്റെ പേര് അശ്വപതി എന്ന കേകയ രാജാവ്. അശ്വപതിയും ദുർവാസാവ് മഹർഷിയും കൂടി സഭാമന്ദിരത്തിൽ ആരുമില്ലാതിരുന്ന സമയത്ത്, ദർബാർ ഹാൾ, സഭാമന്ദിരത്തിൽ ആരുമില്ലാതിരുന്ന സമയത്ത് എന്തോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. അപ്പോഴാണ് രാജ്ഞി കയറി വരുന്നത്. മഹർഷി യാത്ര പറഞ്ഞ് പിരിയുകയും ചെയ്തു. അപ്പോൾ ചോദിച്ചു, അല്ല നിങ്ങൾ രണ്ടുപേരും കൂടി ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്തോ പറഞ്ഞിട്ട് നല്ല രസത്തിൽ ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ, വളരെ സന്തോഷത്തോടു കൂടി, എന്തായിരുന്നു അങ്ങനെ ചിരിക്കാനുള്ള കാര്യം? ഞാനും കേൾക്കട്ടെ. ഹാസ്യമാണല്ലോ, ഹാസ്യവും മധുരവും അന്യർക്ക് കൊടുത്തിട്ട് കഴിക്കാവുന്നതാണ് നീതിസാരം. അതുകൊണ്ട് ആ ഹാസ്യം എന്തായിരുന്നു എന്നോട് പറയും, ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അത് ഞാൻ ആരോടും പറയില്ല എന്ന് മഹർഷിക്ക് സത്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓ പിന്നെ സത്യം, അങ്ങനെ എന്തെല്ലാം സത്യങ്ങൾ ഓരോരുത്തർ ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾ പറയാം ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അല്ല, അതങ്ങനെ പറയാൻ പാടില്ല. രാജാവ് ഒരിക്കലും സത്യം ലംഘിക്കാൻ പാടില്ല. അത് മറ്റു കാര്യങ്ങളിലായിക്കോളൂ. ഭാര്യ എടുത്തത് സത്യം, ഭാര്യ അറിയാത്ത രഹസ്യമുണ്ടോ ഭർത്താവിന് എന്നുള്ള ഭാര്യയുടെ ചോദ്യം ന്യായമാണ്. ഭാര്യ അറിയാത്ത രഹസ്യങ്ങൾ പാടില്ലായിരിക്കും, അത് ഭാര്യയുടെ നിരീക്ഷണത്തിൽ. ഇത് വെറുതെ ഭർത്താവല്ലേ നിൽക്കുന്നത്, രാജ്യത്തിൻ്റെ ഭരണകർത്താവാണ് നിൽക്കുന്നത്. പല ഔദ്യോഗിക രഹസ്യങ്ങളും പാലിക്കേണ്ടതുണ്ട് അദ്ദേഹം, അത് ഭാര്യയോടും പറയാൻ പാടില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞില്ല, ആ രഹസ്യം അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു, അതിന് വേറൊരു തിരക്കേടുണ്ട്. ആ എന്ത് തിരക്കേട്? അത് ആ രഹസ്യം ഞാൻ പുറത്തു പറഞ്ഞാൽ എൻ്റെ തല 100 കഷണമായിട്ട് പൊട്ടിത്തെറിക്കും. ആ 100 കഷണമായിട്ട് തല തെറിക്കട്ടെ, നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു. ഇതാണ് കൈകേയിയുടെ അമ്മ. ഈ അശ്വതി എന്ത് ചെയ്യുന്നില്ല, അവൻ ധൈര്യമുള്ള രാജാവായിരുന്നു, പുരുഷനായിരുന്നു, പൗരുഷമുള്ളവനായിരുന്നു, ധർമ്മബോധമുള്ളവനായിരുന്നു. അപ്പം തന്നെ ദ്വാരപാലനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ സ്ത്രീയെ നാടോട്ടത്തെന്ന് പറഞ്ഞു. പിടിച്ചോണ്ട് നാടോട്ടത്ത്. ഇതാണ് കൈകേയിയുടെ അമ്മയുടെ പരുവം. ആ അമ്മയുടെ മകളാണ് കൈകേയി. അപ്പോൾ കൈകേയിയുടെ നീചത്വത്തിലേക്കുള്ള മാതൃപരമായ ജനറ്റിക്കലായ ഒരു സൂചനയാണ് തരുന്നത്. ഈ പിന്നെ അവരുടെ മുൻ ജന്മം എന്ന് അവരുടെ അമ്മയെ വിചാരിച്ചാൽ ആ അമ്മയുടെ സ്വഭാവം ഇതായിരുന്നു. ഭർത്താവിൻ്റെ തല 100ആയിട്ടല്ല 1000ആയിട്ട് പൊട്ടിത്തെറിച്ചു പോയാലും അവർക്ക് ആ രഹസ്യം പറഞ്ഞാൽ മതി. ഏതെങ്കിലും സ്ത്രീ പറയുക ഭർത്താവിൻ്റെ തല പൊട്ടിത്തെറിച്ചു പോട്ടെ പറയില്ല. അപ്പോൾ അത്രയ്ക്ക് നിർബന്ധക്കാരിയായിരുന്നു കൈകേയി. മാത്രമല്ല, അവളുടെ അമ്മ നിർബന്ധക്കാരിയായിരുന്നു. പറഞ്ഞാൽ ആ പാരമ്പര്യം, നിർബന്ധത്തിൻ്റെ പാരമ്പര്യം, ആ ദുശാഠ്യത്തിൻ്റെ പാരമ്പര്യം അനന്തമായിട്ട് അവരുടെ ജീവപരമ്പരയുടെ ഭൂതകാലത്തിലേക്ക് നീണ്ടുപോകും. അപ്പോൾ ആ നീചത്വത്തിൻ്റെ ഒരു പ്രത്യേകത കിട്ടുക. അവർ മറ്റു പല കാര്യങ്ങളിലും ഔദാര്യം കാണിച്ചു വന്നിരിക്കും. രാമനോട് ഒരുപാട് ഔദാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് അവർ. അതിനു മുമ്പ് കാണിക്കുന്ന ഔദാര്യമല്ല, ഇവൻ ഭരണകർത്താവായി വരാൻ പോകുന്നു എന്ന സന്ദർഭത്തിലും ഈ ഔദാര്യം കാണിക്കാൻ അവർക്ക് സാധിച്ചാൽ അവർ ഉദാരവതിയാണെന്ന് പറയാം. അത്തരം സന്ദർഭത്തിലാണ് അവരുടെ ഔദാര്യം വേണ്ടത്. അല്ല, രാമൻ വെറുതെ ഇരിക്കുമ്പോൾ രാമനെ വിളിച്ചിട്ട് താലോലിക്കുന്നവർ ഒരു ഔദാര്യവുമില്ല. അവിടെ അവർ രാമനെ താലോലിക്കുന്നത് രാമന് വേണ്ടിയല്ല, പിന്നെ എന്തിനാണ്? അവരുടെ സുഖത്തിന് വേണ്ടിയാണ്. അമ്മ കുഞ്ഞിനെ താലോലിക്കുമ്പോൾ കുഞ്ഞിനല്ല സുഖം, അമ്മയ്ക്കാണ് സുഖം. കുഞ്ഞിന് പ്രശ്നം വരുമ്പോഴാണ് അമ്മയുടെ താലോലിക്കൽ വേണ്ടത്.